ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന ജീവിതാനുഭവങ്ങൾ. ഇത് ഓക്കാം സഭാംഗമായ ഫാദർ തോമസ് രഞ്ജു. തന്റെ ദൈവവിളിയുടെ കാലഘട്ടത്തിലും സങ്കീർണമായ രോഗാവസ്ഥയിലും ദിവ്യകാരുണ്യനാഥൻ ചേർത്തു പിടിക്കുന്ന അനുഭവങ്ങൾ തോമസ് രഞ്ജു അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ക്രിസ്തുവിൽ അത്രയും സ്നേഹവും ബഹുമാനവുമുള്ളവരെ, ഞാൻ ഫാദർ തോമസ് രഞ്ജു മാളിയേക്കൽ ഓക്കാം. ഞാൻ ഒരു കർമ്മലീത്ത മാതൃസഭാംഗമാണ്. ഞാനിപ്പോൾ ഞങ്ങളുടെ കണ്ണൂരുള്ള ലിസി ഭവൻ നോവിഷ്യേറ്റ് ഹൗസിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ സ്വദേശം വണ്ടിപ്പെരിയാർ പ്രദേശത്തിനടുത്തുള്ള വള്ളക്കടവ് എന്ന സ്ഥലമാണ്. എൻ്റെ അച്ചാച്ചൻ്റെ പേര് രാജനെന്നാണ്, അമ്മയുടെ പേര് മേഴ്സി. അമ്മച്ചി ഇപ്പോൾ ഇല്ല. എനിക്കൊരു ചേച്ചിയുണ്ട്, പേര് രമ്യ എന്നാണ്. ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞ് മുണ്ടക്കയം എന്ന സ്ഥലത്ത് സെറ്റിലായിരിക്കുന്നു. അളിയൻ്റെ പേര് ജോബിൻ എന്നാണ്. അവർക്ക് 2 കുട്ടികളാണ്, ആൺകുട്ടികളാണ്. ആരോൺ അയോൺ എന്നാണ് അവരുടെ പേര്. എനിക്കൊരു അനിയനും കൂടെയുണ്ട്. ആളുടെ പേര് റിച്ചു എന്നാണ്. അവൻ അടിമാലിയിൽ ഒരു റിസോർട്ടിൽ ജോലി ചെയ്യുന്നു. ഇതാണ് എന്നെക്കുറിച്ചുള്ള വിവരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാണാനായിട്ടും കേൾക്കാൻ പോകുന്നത് ജീവിതത്തിൽ തോറ്റുപോയ ഒരാളുടെ സാക്ഷ്യമാണ്. എൻ്റെ തോൽവികളെ അനുഗ്രഹമാക്കി മാറ്റിയ ദൈവത്തിൻ്റെ അഗാപ്പെ അനുഭവമാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഇത് എൻ്റെ അഗാപ്പെ അനുഭവം എന്നതിനപ്പുറത്തേക്ക് ദൈവം എനിക്ക് തന്ന എൻ്റെ അനുഗ്രഹങ്ങൾ, എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളുടെ അഗാപ്പെ അനുഭവമാണ്. ഒത്തിരി സ്നേഹത്തോടുകൂടെ ഈ എൻ്റെ ദൈവാനുഭവത്തിൻ്റെ യാത്രയിലേക്ക് നിങ്ങളെയും കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, തോൽവിയിലൂടെയാണ് ഞാൻ ദൈവത്തെ തിരിച്ചറിഞ്ഞത്. ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളിലൊന്ന് നെഹെമിയയുടെ പുസ്തകം 13:2 പക്ഷേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വചനമാണ്. അതിങ്ങനെയാണ്. അതിൻ്റെ മലയാളത്തേക്കാൾ ഇംഗ്ലീഷ് ഇത്തിരി കൂടെ ഭംഗിയായതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുക: God has changed my curse into blessing. God has changed my failures into blessing. ഇത്തിരി കൂടെ പേഴ്സണലൈസ് ചെയ്ത് ഞാൻ അതിനിങ്ങനെ പറയും: God has changed my failures into blessing. എൻ്റെ പരാജയങ്ങൾ ദൈവം അനുഗ്രഹമാക്കി മാറ്റി. ഞാൻ എൻ്റെ ആദ്യത്തെ പരാജയത്തിൻ്റെ കൈപ്പറിയുന്നത് 4ാം ക്ലാസ്സിലാണ്, കാറ്റഗിസം പഠിക്കുന്ന സമയത്ത്. ഞാൻ നല്ല ഉഴപ്പനായിരുന്നു. നല്ല ഉഴപ്പെന്ന് വെച്ചാൽ കാറ്റഗിസത്തിന് പോവില്ല, പരീക്ഷയ്ക്ക് മാത്രം പോകുന്ന അത്യാവശ്യം ഉഴപ്പൊക്കെയുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ വൃത്തിയായിട്ട് 4ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് തോറ്റു. നമ്മൾ ആത്മവിശ്വാസമൊക്കെ ഉള്ളതുകൊണ്ട് റിസൾട്ടൊന്നും നോക്കാൻ പോയിട്ടുണ്ടായില്ല. 5ാം ക്ലാസ്സിലേക്ക് ആത്മവിശ്വാസത്തോടെ ചെന്ന് കയറി. ടീച്ചർ അറ്റൻഡൻസൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കൈപ്പൊക്കിയിട്ട് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു: ടീച്ചർ, എൻ്റെ പേര് മാത്രം വിളിച്ചില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു: മോൻ്റെ പേര് രജിസ്റ്ററിൽ ഇല്ലോടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ടീച്ചർ പറഞ്ഞു: മോൻ എന്തായാലും 4ാം ക്ലാസ്സിലൊന്ന് ചെന്ന് നോക്ക്. അപ്പോൾ മുഖത്ത് നോക്കി എന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് ഓർത്ത് ടീച്ചർ ഞാൻ തോറ്റു എന്ന് പറഞ്ഞില്ല. അപ്പോൾ 4ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു. അപ്പോൾ തോറ്റവൻ്റെ മുഖമായിട്ട് ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പം അന്ന് കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട്: മോൻ എന്താടാ ഒറ്റയ്ക്ക് ഇരിക്കണമെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് ഏറ്റവും ഫ്രണ്ടിൽ കുട്ടികളുടെ ഒപ്പം കൊണ്ടിരുത്തി. തോൽവിയിൽ ഞാൻ ദൈവത്തിൻ്റെ ഇടപെടൽ അറിയുന്നത് ആദ്യമായിട്ട് ആ ടീച്ചറിലൂടെയാണ്. ആ ടീച്ചറിൻ്റെ കരുതലും സ്നേഹവും കൊണ്ട് പിന്നെ അങ്ങോട്ട് എന്താ പറയുക, ഒരു കാറ്റഗിസം എന്ന് പറയുന്നത് ഒരു ബോറൻ പരിപാടിയാണെന്ന് കരുതിയിരുന്ന ഞാൻ ഒരു സുഖമുള്ള പരിപാടിയായിട്ട് കാണാൻ തുടങ്ങി. എന്നെ ആദ്യമായിട്ട് പള്ളിയിൽ ബൈബിൾ വായിക്കാൻ എന്നെ കുർബാനയ്ക്ക് അവസരം തന്നത് ആ ടീച്ചറാണ്. ഞാൻ അച്ഛനാകാനായിട്ട് പോകുന്ന സമയത്ത് എന്നെ +2 കാറ്റഗിസം പഠിപ്പിച്ചതും ആ ടീച്ചർ തന്നെയാണ്. അപ്പോൾ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് മോനൊരു നല്ല അച്ഛനാവണമെന്ന് പറഞ്ഞ് പള്ളിമുറ്റത്ത് വെച്ച് എന്നെ അനുഗ്രഹിച്ച ടീച്ചറിൻ്റെ മുഖം എനിക്കിന്നും ഓർമ്മയുണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ ആദ്യത്തെ അനുഭവം ഞാൻ തിരിച്ചറിയുന്നത്, എൻ്റെ ഓർമ്മയിൽ തിരിച്ചറിയുന്നത് ആ ടീച്ചറിലൂടെയാണ്. ആ ടീച്ചറിൻ്റെ പേര് ജാൻസി എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു തോൽവിയുടെ 2ാം ഘട്ടം സംഭവിക്കുന്നത് +2 പഠിക്കുമ്പോഴാണ്. സ്കൂളിൽ ഞാൻ സ്കൂളിൽ +2ന് തോറ്റ മനുഷ്യനാണ്. അപ്പോൾ അത്യാവശ്യം ഉഴപ്പൊക്കെ തന്നെയായിരുന്നു അപ്പോഴും. അതുകൊണ്ട് തന്നെ തോറ്റു. വീട്ടിൽ അതൊരു വലിയ ചർച്ചയൊക്കെ ആയി മാറി. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കതൊരു വലിയ സംഭവമായിട്ട് തോന്നിയില്ല. അതിൽ ദൈവത്തിൻ്റെ വേറൊരു പദ്ധതി എന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 4ാം ക്ലാസ്സിൽ കാറ്റഗിസം തോറ്റ ആളാണ്. അപ്പോൾ ആ വർഷം ഞാൻ കാറ്റഗിസത്തിന് +2-ലായിരുന്നു. അപ്പോൾ സ്കൂളിൽ +2ന് തോറ്റ ഞാൻ കാറ്റഗിസത്തിന് +2-ൽ സ്കൂൾ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ദൈവത്തിൻ്റെ ചില തമാശകൾ അങ്ങനെയൊക്കെയാണല്ലോ. നമ്മൾ ഒരിടത്ത് തോക്കുമ്പോൾ വേറെ വഴിയിലൂടെ ദൈവം നമ്മളെ ജയിക്കാനായിട്ട് അനുവദിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെ ആ കാറ്റഗിസം ലീഡറായ ആ ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. കാരണം ഞാൻ പള്ളിയുമായിട്ട് പതുക്കെ അടുത്തു.
പള്ളിയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സജീവമാകാൻ തുടങ്ങി. അപ്പോൾ അന്നത്തെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ആന്റണി കനകമലം എന്ന് പറയുന്ന അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും പള്ളിയിൽ തന്നു. എനിക്കൊരു പ്രത്യേക സ്നേഹവും പരിഗണനയും. അന്നത്തെ കൊച്ചച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വർഷം ട്യൂഷന് പോകും. നമ്മൾ തോറ്റ വിഷയത്തിന് ട്യൂഷന് പോകണമായിരുന്നു. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ട്യൂഷൻ കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് വരും. പിന്നെ ഫുൾ ടൈം പള്ളി തന്നെയാണ്. അച്ഛന്മാരുടെ ഒപ്പം ചിലവഴിക്കും. രാത്രിയിൽ കൊച്ചച്ഛൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കും. അങ്ങനെയൊക്കെയായിരുന്നു പതിവ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നോർത്ത് ഞാൻ പതിയെ പള്ളിയിൽ കിടപ്പ് പള്ളിയിൽ തന്നെ ആക്കി. അങ്ങനെ ഒരുപാട് പള്ളിയുമായിട്ട് എടുക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ദൈവം എനിക്ക് തന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം പറയാനുള്ളത്, ദൈവാനുഭവത്തിൻ്റെ ഒരു വലിയൊരു ഇടപെടൽ ഞാൻ കാണുന്നൊരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാറ്റഗിസം ലീഡറാണ്. അപ്പോൾ ഒരുപാട് ഈ നന്ദി പറയുക, സ്വാഗതം പറയുക, അങ്ങനെ കുറച്ച് പരിപാടികൾക്ക് എപ്പോഴും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ അവസരം കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ എനിക്കൊരു നന്ദി പറയാനായിട്ട് കിട്ടിയൊരു അവസരം, ഞാനത് ഇന്ന് ഓർക്കണത് ഭയങ്കര സങ്കടത്തോടെയാണ്. പക്ഷേ എന്നാൽ അതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് അതിലെനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് ആത്മവിശ്വാസത്തോടെ നന്ദി പറയാനായിട്ട് കയറി ചെല്ലുക. അപ്പോൾ ഞാൻ നല്ല ഇങ്ങനെ പിള്ളേരെല്ലാം ഇരിക്കുന്നു, ഭയങ്കര അഭിമാനമുണ്ട്. ആത്മവിശ്വാസം ഇത്തിരി കൂടുതലാണെന്ന് പറയുന്നതിലും തെറ്റില്ല. ഞാൻ നന്ദി പറയാൻ നോക്കിയിട്ട് വാക്കുകൾ കിട്ടാതെ അവസാനം നാണം കെട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. നാണം കെട്ടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇനി നമുക്ക് ഇറങ്ങി ഓടിയാലോ എന്ന് പോലും തോന്നുന്ന രീതിയിൽ നാണം കെട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അച്ഛനും ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ച് എന്നെ ആശ്വസിപ്പിച്ചു, എന്നെ സമാധാനിപ്പിച്ചു. ഞാൻ പിന്നെ ചെയ്തൊരു കാര്യം, ഈ ട്യൂഷൻ കഴിഞ്ഞ് ഞാൻ പള്ളിയിലേക്ക് വരും. പള്ളിയിലേക്ക് വന്നിട്ട് ആളൊഴിഞ്ഞ പള്ളിയിൽ കർത്താവിനെ മുന്നിൽ പിടിച്ചിരുത്തിയിട്ട് ഞാൻ പ്രസംഗം പറഞ്ഞു തുടങ്ങി. എൻ്റെ ആദ്യത്തെ പ്രസംഗം കേട്ടയാൾ കർത്താവാണ്. ഞാൻ ഇങ്ങനെ പ്രസംഗങ്ങൾ പറയും. കർത്താവ് പ്രസംഗം പഠിപ്പിച്ചു എന്ന് വേണം എന്നെ പറയാം. കാരണം എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത് കർത്താവാണ്. കർത്താവിൻ്റെ മുന്നിലിരുന്ന് ആളൊഴിഞ്ഞ പള്ളിയിലിരുന്നാണ് ഞാൻ പ്രസംഗം പരിശീലിച്ചതും പഠിച്ചതും. അതിൻ്റെ വലിയൊരു ദൈവാനുഭവം എന്താണെന്ന് പറയട്ടെ. 2013 ഡിസംബർ 8 വിജയപുരം രൂപതയിലെ ഏറ്റവും നല്ല പ്രസംഗകനായിട്ടുള്ള അവാർഡ് ഞാൻ അഭിമന്യ പിതാവിൽ നിന്ന് കൈവാങ്ങി. കയ്യിലേക്ക് ഏറ്റുവാങ്ങിയ മനുഷ്യനാണ്. അത്രയും അഭിമന്യ പിതാവും വിജയപുരം രൂപതയിലെ എല്ലാ അച്ഛന്മാരും ഇരിക്കെ, സിസ്റ്റേഴ്സുണ്ട്, ജനങ്ങളുണ്ട്, അഭിമന്യ പിതാവ് എല്ലാവരും ഇരിക്കെ അവരുടെ മുന്നിൽ വെച്ച് അഭിമാനത്തോടെ ഞാൻ ആത്മവിശ്വാസത്തോടെ അവരുടെ മുന്നിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു. ഒരു പക്ഷേ ദൈവത്തിൻ്റെ പരിശീലനമായതുകൊണ്ട് ആത്മവിശ്വാസം ഒരു കൈമുതലാണ്. ഇന്ന് മൽത്താരയിൽ നിൽക്കുമ്പോൾ, ഈ നിമിഷം ക്യാമറയുടെ മുന്നിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത് കർത്താവാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. ആ ധൈര്യമാണ് എന്നെ പ്രസംഗത്തിൽ എന്നെ ചേർത്ത് നിർത്തിയ ഒരു കാര്യം. പിന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൊച്ചച്ഛന് ആ സമയത്ത് ട്രാൻസ്ഫറായി. ആൾ പോകുന്ന വഴിക്ക് ഒരു നല്ല അടാറ് പണി തന്നിട്ടാണ് പോയത്. ഞങ്ങൾ 7 മുതൽ മുകളിലോട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഒരു ധ്യാനം അച്ഛൻ ഞങ്ങളുടെ അടുത്തുള്ള ഏഞ്ചൽ വാലി എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിൽ ക്രമീകരിച്ചു. അപ്പോൾ ആ ധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും ഒക്കെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഞാൻ 3 ദിവസം അടിച്ചു പൊളിക്കാമെന്നൊക്കെ പറഞ്ഞ ധ്യാനത്തിന് പോയത്. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഞാൻ കൗൺസിലിംഗ് ചെന്ന് ബ്രദറിൻ്റെ അടുത്തിരുന്നപ്പം ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, മോൻ്റെ കയ്യിലേക്ക് കർത്താവ് ബൈബിള് തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. അത് ഇങ്ങനെ ഇന്നിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കർത്താവ് വചനത്തിൽ എന്നെ ചേർത്ത് നിർത്തിയ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെന്ന് അന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു. ആ ധ്യാനത്തിൽ സംഭവിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ് എടുക്കുന്ന ആൾ ബ്രദർ ഒരു വചനം പറയും. ഞാൻ ചുമ്മാ ബൈബിൾ തുറക്കുമ്പം എനിക്ക് ആ ഭാഗം കിട്ടുമായിരുന്നു. എന്ന് വെച്ചാൽ ചുമ്മാ അവരിപ്പോൾ ഏത് ഭാഗമാണോ പറയുന്നത് അതിങ്ങനെ ബൈബിൾ തുറക്കുമ്പം എനിക്ക് ആ വചനഭാഗം കിട്ടുമായിരുന്നു. അങ്ങനെ ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഒരു കുറേ പ്രാർത്ഥിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ ധ്യാനം അവസാനിച്ച് തിരിച്ചു വന്നിട്ട് എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ കുറച്ച് പേര് പള്ളിയിൽ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് നേരം സ്തുതിക്കും, കൊന്തയൊല്ലും കർണക്കൊന്തയൊല്ലും ഒരുപാട് കർത്താവിനോട് വ്യാഴാഴ്ചകളിലെല്ലാം സായാഹ്നങ്ങൾ കർത്താവിൻ്റെ ഒപ്പം ചിലവഴിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അതിനുശേഷം ഒരു ഫോളോ അപ്പ് എന്ന നിലയിൽ മറ്റൊരു ധ്യാനവും കൂടെ ഞാൻ കൂടാനായിട്ട് ഇടയായി. ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ധ്യാനവും കൂടെ കൂടി. ആ ധ്യാനത്തിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു, ഇന്നെൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്, +2 റിസൾട്ട് വരുന്ന ദിവസമാണ്. ഇന്ന് ഞാൻ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സെമിനാരിയിൽ പോകും. ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ വെച്ച് എൻ്റെ അപ്പൻ എന്നെ വിളിച്ചു, റിസൾട്ട് വന്നു, നീ ജയിച്ചു. ഞാൻ അവിടെ വെച്ച് കർത്താവിന് നന്ദി പറഞ്ഞിട്ട് ഞാൻ സന്തോഷത്തോടെ എൻ്റെ പള്ളിയിലേക്ക് പോയി വികാരിയച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് സെമിനാരിയിൽ ചേരണം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ,
പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും ഈശോടൊപ്പം ഇങ്ങനെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹവുമാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛനാവാനുള്ള തീരുമാനത്തിൻ്റെ ഒരു കാരണം. ഞാൻ രൂപത സെമിനാരിയിലായിരുന്നു 4 വർഷം. 4 വർഷം കൊണ്ട് ചെറുതും വലുതുമായ 5 ഓപ്പറേഷനുകൾക്ക് ഞാൻ വിധേയനായി. അപ്പം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടും മോശം റിപ്പോർട്ടുമൊക്കെ കൊണ്ടും സെമിനാരിയിൽ നിന്ന് ഏകദേശം ഒരു ബ്രേക്ക് എടുക്കാൻ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. അപ്പം ഞാൻ ഏകദേശം ഡിഗ്രി എൻ്റെ ഫൈനൽ ഇയറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്തായാലും പരീക്ഷയൊക്കെ എഴുത്, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്ക്, ആരോഗ്യമൊക്കെ റിക്കവർ ചെയ്തതിന് ശേഷം നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് എന്നെ സെമിനാരിൽ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഞാനപ്പം എനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഇങ്ങനെ കിടക്കുകയാണ്, ഈശോയുടെ ഒപ്പം തന്നെ ജീവിക്കണം. ഈശോ അറിയാതെ ഒന്നും നടക്കില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റെ ഈശോ അറിയുന്നതുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത് എന്നുള്ള ആഗ്രഹം നമുക്കൊരു ബോധ്യമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഡിഗ്രിയുടെ സമയം, പരീക്ഷയുടെ സമയമായി. ഇപ്പം ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബാച്ചുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിൻ്റെ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ സമയമായിട്ടുണ്ട്, നീ വന്ന് ഹോൾ ടിക്കറ്റ് കളക്ട് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാട്ടകം കോളേജിലാണ് ഹോൾ ടിക്കറ്റ് വാങ്ങിക്കണേ, കോട്ടയത്തുള്ള നാട്ടകം കോളേജിൽ. അപ്പോൾ ഞാൻ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട് പോവുക. രാവിലെ ചെന്ന് കുരിശപ്പേട് പള്ളിയിൽ കുർബാനയൊക്കെ കൂടി നാട്ടകം കോളേജിലേക്ക് ചെല്ലുക. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, എൻ്റെ അഡ്മിഷൻ ഫോം അവിടെ കിട്ടിയിട്ടില്ല. അവർ പറയാം ഹോൾ ടിക്കറ്റ് ഇല്ല, കാരണം ഇവിടെ എഴുതി വെച്ചേക്കണത് അഡ്മിഷൻ ഫോം ഈസ് നോട്ട് ഗീവൺ. അതെങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ അഡ്മിഷൻ ഫോം കൊടുത്തതാണ്. എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കിളി മൊത്തം പോകുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ള സങ്കടത്തിൽ തിരിച്ച് വണ്ടിയിലേക്ക് കയറുമ്പം എൻ്റെ ബാച്ചുകാരിലൊരുത്തൻ പറഞ്ഞു, എടാ നിനക്ക് മാത്രം എന്താടാ ഇങ്ങനെ സംഭവിക്കണേ? അപ്പോൾ ഞാനിങ്ങനെ അവരോട് പറഞ്ഞു, എൻ്റെ ഈശോ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. കാരണം ഇനി സെമിനാറിലെ കാര്യങ്ങൾ ഇപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഇനി എന്തായാലും സെമിനാറിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സങ്കടത്തോടെ പള്ളിയിലേക്ക് വരിക. അപ്പോൾ പള്ളിയിൽ വന്ന് ഇപ്പോൾ വേറെ ആരോടും ഒന്നും പറയണില്ല. വികാരിയച്ഛന് ഏകദേശം കാര്യങ്ങൾ അറിയാം, എങ്കിലും ആരോടും കാര്യങ്ങളൊന്നും പറയണില്ല. അപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു, ഒരു ധ്യാനത്തിന് പോകാം. എന്തായാലും ധ്യാനത്തിന് പോയിട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കാം. നിൽക്കണോ വേണ്ടയോ, എന്താ ചെയ്യേണ്ടേ ഒന്നും അറിയില്ല, ഒരു ധ്യാനത്തിന് പോകാമെന്നും പറഞ്ഞ് കോട്ടയം കളത്തിപ്പടിയിലുള്ള ഒരു ധ്യാനത്തിൽ ഒരു 4 ദിവസത്തെ ധ്യാനമായിരുന്നു. ഞാൻ ധ്യാനത്തിന് പോയി. അപ്പോൾ ധ്യാനത്തിൽ നല്ല നല്ല ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. പക്ഷെ അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ തീരുമാനങ്ങളും ഇടപെടലുകളും ഞാൻ അറിഞ്ഞത് വചനത്തിലൂടെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ വചനത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. എൻ്റെ ഈശോ എന്നോട് സംസാരിക്കുന്നത് പലപ്പോഴും വചനത്തിലൂടെയാണ്. അപ്പം ഞാൻ ധ്യാനത്തിന് ചെന്നിരുന്നപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ ഇതിൽ എനിക്കൊരു തീരുമാനമെടുക്കാൻ എന്നെ സഹായിക്കണം. അത്രയേ ഉള്ളൂ ആഗ്രഹം, പ്രാർത്ഥന അത് മാത്രമേ ഉള്ളൂ. ഞാൻ നിൽക്കണോ അതോ പോകണോ, അത്രയും മാത്രം എനിക്കൊന്ന് അറിയണം. അപ്പം ഞാൻ ബൈബിളിങ്ങനെ ധ്യാനത്തിൻ്റെ ഇടവേളകളിൽ ഞാനിങ്ങനെ ബൈബിൾ തുറന്നു. അപ്പോൾ പ്രഭാഷകൻ 50 കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, പ്രധാന പുരോഹിതനായ ശിമിയോൻ. അപ്പോൾ ഞാൻ ഓർത്തു, ഇന്ന ബൈബിൾ നമ്മൾ കറക്റ്റ് സെൻറ്റർ പിടിച്ച് തുറന്നുകൊണ്ടായിരിക്കും അങ്ങനെ. ഞാൻ ആ ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ കിട്ടുന്ന ബ്രേക്കുകളിലെല്ലാം ഞാൻ ബൈബിൾ ഇങ്ങനെ ഏറ്റവും പുറകിൽ നിന്ന് തുറക്കും, ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് തുറക്കും. കിട്ടുന്ന ഭാഗങ്ങളെല്ലാം ഒന്നെങ്കിൽ പൗരോഹിത്യമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, കുർബാനയുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അങ്ങനെ ഏകദേശം എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റി. എൻ്റെ ജീവിതം അത് പൗരോഹിത്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, പുരോഹിതനാവുക എന്നുള്ളതാണ് എൻ്റെ ജീവിതമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞാൻ തീരുമാനങ്ങളൊക്കെ ആയിട്ട് വീണ്ടും പള്ളിയിലേക്ക് പോയി. അപ്പോൾ എൻ്റെ വികാരിച്ചും പറഞ്ഞു, എന്തായാലും നിനക്ക് 1 വർഷം ഉണ്ടല്ലോ, നീ ഇപ്പോൾ കാറ്റഗിസം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് എന്നെ കാറ്റഗിസം പഠിപ്പിക്കാനായിട്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും കുർബാന മുടക്കാതിരിക്കുക എന്നുള്ള, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പറഞ്ഞു. അതെൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഒരു തീരുമാനമായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട് പള്ളിയിലേക്ക്. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രം 10 രൂപയാണ് ബസ്സിന് കൊടുക്കേണ്ടി വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 20 രൂപ. അപ്പം 7 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 140 രൂപ, 7 × 14 140 രൂപയാണ്.
എൻ്റെ അപ്പന് മാത്രമേ എൻ്റെ വീട്ടിൽ ജോലിയുള്ളൂ. എനിക്ക് താഴെ എൻ്റെ അനിയൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയും എന്തോ ചെറിയ ജോലിയൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൂ. അപ്പോൾ എൻ്റെ അപ്പൻ്റെ ജോലിയിലാണ് എൻ്റെ കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 140 രൂപ ഉണ്ടാക്കുക എന്ന് പറയണത് എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും എൻ്റെ അപ്പനെ സംബന്ധിച്ചും ഒരു വലിയ തുകയാണ്. അപ്പോൾ ഞാൻ അപ്പനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഓർത്ത് ഞാനൊരു തീരുമാനമെടുത്തു. എന്തായാലും അടുത്തൊരു സിറിയൻ പള്ളിയുണ്ട്, അവിടെ പോയി കുർബാന കൂടാമെന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ ഞാനിങ്ങനെ ഒന്നോ രണ്ടോ എനിക്കൊന്ന് 2 ആഴ്ചയോളം ഞാൻ ആ സിറിയൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോവുക. അപ്പോൾ പള്ളിയിൽ ചെന്നിരിക്കുമ്പോഴും മൈൻഡ് ഭയങ്കര അസ്വസ്ഥമാണ്. എനിക്ക് അങ്ങോട്ട് കുർബാനയ്ക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എനിക്കൊരു ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്, നിനക്ക് പൈസ ഇല്ലെന്നല്ലേ ഉള്ളൂ, നിനക്ക് ആരോഗ്യമുണ്ടല്ലോ. അപ്പം ഞാൻ ഓർത്തു, ശരിയാണല്ലോ, എനിക്ക് പൈസയ്ക്കല്ലോ കുറവുള്ളൂ, എനിക്ക് ആരോഗ്യത്തിന് പ്രശ്നങ്ങളില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തൊട്ടൊരു തീരുമാനമെടുത്തു. രാവിലെ നടന്ന് കുർബാനയ്ക്ക് പോകാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു. അപ്പോൾ രാവിലെ 5 മണിക്ക് ഞാൻ പള്ളി പോകാനായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഏകദേശം 1.5 മണിക്കൂർ ഞാൻ നടക്കും. അതിനിടയിൽ 3 കൊന്തകൾ ഞാൻ ചൊല്ലും. കറക്റ്റ് 6:30 ആകുമ്പോൾ പള്ളിയിൽ ചെല്ലും. 6:30 ചെന്നിട്ട് പള്ളിയിലിരുന്ന് അവസാനത്തെ ദിവ്യരഹസ്യം കൂടെ ചൊല്ലി 4 ഒരു മുഴുവൻ കൊന്ത ഞാൻ പൂർത്തിയാക്കി. അങ്ങനെ ദിവ്യബലിയിൽ പങ്കുചേരാൻ തുടങ്ങി. ഈശോ ഞാൻ ആ കാസ ഉയർത്തുന്ന സമയത്ത്, അച്ഛൻ കാസ ഉയർത്തുന്ന സമയത്ത് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അതിങ്ങനെയായിരുന്നു: എൻ്റെ ഈശോയെ ഒരു വിശുദ്ധനായ വൈദികനാക്കി എന്നെ തീർക്കണേ, ലോർഡ് മേക്ക് മീ ആൻ ഹോളി പ്രീസ്റ്റ്. അത് ഞാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കണ, ഇപ്പോഴും ഞാൻ കാസ ഉയർത്തുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഈശോയെ വിശുദ്ധിയിൽ നിലനിർത്തണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്താ പറയണേ, നമുക്ക് ചെറിയൊരു ജോലിയുടെ ആവശ്യം എനിക്ക് വന്നു. ജോലിയുടെ മാനദണ്ഡമായിട്ട് ഞാൻ വെച്ചത് സാലറി ആയിരുന്നില്ല, മറിച്ച് എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം, കുർബാനയ്ക്ക് പോവുക, കുർബാന മുടക്കാതിരിക്കുക, പിന്നെ കാറ്റഗിസം ടീച്ചറും കൂടെ ആയതുകൊണ്ട് ഞായറാഴ്ച കുർബാന മുടക്കാതിരിക്കുക, അത്രയുമായിരുന്നു എൻ്റെ മാനദണ്ഡം. അതിന് തക്കതായ ഒരു ജോലി കർത്താവ് എനിക്ക് ക്രമീകരിച്ചു വന്നു. ഒരു ഇലക്ട്രോണിക്സ് കടയിൽ 6 മാസം ഞാൻ ജോലി ചെയ്തു. എനിക്ക് വലിയ ഇലക്ട്രോണിക്സുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല, പക്ഷേ കർത്താവ് എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിച്ചു. അതിൻ്റെ അവസാനം ഞാൻ 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വികാരിയച്ഛൻ്റെ അടുത്ത് വീണ്ടും വന്നു, അച്ഛാ എനിക്ക് സെമിനാരിയിൽ പോകണം, അച്ഛൻ എന്നെ എവിടെയെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ സെമിനാരിൽ നിന്ന് വേറൊരു സെമിനാരിൽ നിന്ന് പോകുന്നതുകൊണ്ട് എല്ലായിടത്തും എടുക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അച്ഛൻ തന്നെയാണ് എന്നെ കർമ്മലീത്ത മാതൃസഭയിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും അവിടുത്തെ ജോസ് എന്ന് പറയുന്ന ഒരു അച്ഛനെ പരിചയപ്പെടുത്തി തരികയും ചെയ്തു. അങ്ങനെ ഞാൻ എന്താ പറയുന്നത്, കർമ്മലീത്ത സഭയിലേക്ക് എൻ്റെ ഒരു പുതിയ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തിന് കാരണമായി. അങ്ങനെ ഞാൻ കർമ്മലീത്ത മാതൃസഭയിലേക്ക് ഞാൻ എൻ്റെ സ്വപ്നങ്ങളുമായിട്ട് ഞാൻ കടന്നു വന്നു. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. സെമിനാരിലെ ജീവിതം വളരെ രസകരമായിട്ട് പോയി. സഹനങ്ങൾ അന്നും എൻ്റെ കൂടപ്പുറപ്പ് തന്നെയായിരുന്നു, മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ ശാരീരികമായ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും അന്നും ഇന്നും ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് 2019 എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഈശോയോടുള്ള സ്നേഹം അതിന് ആക്സിഡൻറ്റിനെ ചേർത്ത് വയ്ക്കുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുർബാനയ്ക്ക് ഓസ്തി വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ആലുവ പറവൂർ റോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയിൽ വെച്ച സംഭവം. ബൈക്ക് ഒരു ഓട്ടോയുമായിട്ട് ഇടിച്ച് വലിയൊരു ആക്സിഡൻറ്റ് തന്നെയായിരുന്നു. അതിൽ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത്രയും തിരക്കുള്ള റോട്ടിൽ ആക്സിഡൻറ്റ് പറ്റി, വണ്ടി പാളി വേറൊരു വണ്ടിയുടെ അടിയിലേക്ക് ചെന്ന് കയറാമായിരുന്നു, എതിരെ വരുന്ന വണ്ടി തന്നെ ഇടിക്കാമായിരുന്നു. അങ്ങനെ ഒരുപാട് അപകടത്തിൻ്റെ സാധ്യത ഭയങ്കര ഭീകരമായിരുന്നു. പക്ഷേ ഞാൻ ആ റോട്ടിൽ കിടന്ന 5-6 മിനിറ്റ് ആ സമയത്ത് ഒരു വണ്ടി പോലും അതിലെ വന്നില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു കരുതലായിട്ട് ഞാൻ കാണുകയാണ്. ഞങ്ങളുടെ സഭ ഉത്തിരിയത്തിൻ്റെ സഭയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉത്തിരിയത്തിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ ദൈവം തരുന്ന ആ ഒരു സംരക്ഷണം തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുക. ആക്സിഡൻറ്റിൻ്റെ സമയത്ത് എനിക്ക് ബോധം വരുന്ന സമയത്ത് ഞാൻ ICUവിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നതിൻ്റെ അച്ഛനിങ്ങനെ പറയുകയാണ്, എടാ നിനക്ക് ആക്സിഡൻറ്റ് പറ്റി, നീ ഇപ്പോൾ ICUവിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം അച്ഛനോട് ചോദിച്ചത്, അച്ഛാ കുർബാനയ്ക്കുള്ള ഓസ്തി എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അച്ഛൻ എന്നെ തോളെ തട്ടിയിട്ട് പറഞ്ഞ്, അതൊക്കെ ഞങ്ങൾ കൂനമാവെന്ന് വാങ്ങിച്ചു കേട്ടോ, നീ ടെൻഷൻ അടിക്കേണ്ടെന്നും പറഞ്ഞ് അച്ഛൻ എന്നെ ആശ്വസിപ്പിച്ചു. പ്രിയപ്പെട്ടവർ, ഏകദേശം ഒരു 21 ദിവസത്തോളം ഞാൻ ICU തന്നെയായിരുന്നു.
അതിനുശേഷം ഒരു 7-8 ഓപ്പറേഷൻ, 8ഓളം ഓപ്പറേഷൻ ചെറുതും വലുതുമായിട്ട് ഞാൻ വിധേയനാകേണ്ടി വന്നു. അങ്ങനെ ഒന്ന് നേരെ നിൽക്കാനായിട്ട് വടികുത്തി ഒന്ന് നടന്നു തുടങ്ങാനായിട്ട് ഒരു 10 മാസം എനിക്ക് വേണ്ടി വന്നു. ഞാൻ ഫുൾ ടൈം കിടപ്പായിരുന്നു. എന്താണ്, എന്തിനും ഏതിനും എനിക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ട ഒരു സമയമായിരുന്നു അത്. എൻ്റെ സെമിനാരിലുള്ള ബ്രദേഴ്സ് എന്നെ ആശുപത്രിയിൽ ശുശ്രൂഷിച്ചു. എൻ്റെ റൂമിൽ എന്നെ കിടക്കുന്ന സമയത്ത് എന്നെ കുളിപ്പിക്കുക, അങ്ങനെ എൻ്റെ ഏറ്റവും കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾ നോക്കി. ദൈവത്തിൻ്റെ ഒരു കരുണയും കരുതലുമൊക്കെ ഞാൻ സഹോദരങ്ങളിലൂടെ ഇങ്ങനെ അറിയുകയായിരുന്നു. അതിനോട് ചേർത്ത് വെച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നന്ദി പറഞ്ഞ സമയത്ത് എൻ്റെ പട്ടം 2023 ജനുവരി 15-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പട്ടത്തിന് നന്ദി പറയണത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ നന്ദി പറഞ്ഞ് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് സഭയ്ക്കൊരു നന്ദി പറയാനായിട്ട് സാധിച്ചില്ല. അതിനുള്ളിൽ ഒരു നീറ്റലായിട്ട് എനിക്ക് എന്നും ഉണ്ടായിരുന്നു. ഈ സമയം എൻ്റെ സഭയ്ക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുക. ഒരു കുഞ്ഞിനെ പോലെ എന്നെ കരുതി എന്നെ പരിപാലിച്ച് എണ്ണീറ്റ് നടക്കാനായിട്ടും ഇങ്ങനെ ഓടാനൊക്കെ ആയിട്ട് എൻ്റെ കൂടെ നിന്ന എൻ്റെ സഭയെ ഈ നിമിഷം ഞാൻ നന്ദിയോടെ ഓർക്കുക. അപ്പോൾ ദൈവം ആ ഒരു സങ്കടവും കൂടെ ഈ നിമിഷം എനിക്ക് മാറ്റി തന്നു എന്ന് ഓർക്കുമ്പോൾ ദിവ്യാനാഥന് ഞാൻ ഒത്തിരി നന്ദി പറയുക. ഞാനങ്ങനെ എൻ്റെ ആക്സിഡൻറ്റ് പതിയെ റിക്കവറായി വരുന്നു. അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് പോകണം. കാരണം എനിക്ക് ഞാൻ തിയോളജി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പട്ടത്തിന് ഇനി വലിയ സമയങ്ങളൊന്നുമില്ല, പട്ടത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന സമയത്താണ് ആക്സിഡൻറ്റ് പറ്റുക. അപ്പോൾ ഒരുപക്ഷെ സാധാരണക്കാരുടെ കാഴ്ചപ്പാടിൽ ഒരു പരാജയം തന്നെയാണത്. കാരണം ഒരുപാട് പ്രതീക്ഷയുമായിട്ട് നടക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, 1 വർഷം എനിക്ക് നഷ്ടമാകുന്നു, ഫുൾ ടൈം ഞാൻ കിടന്നു പോകുന്നു, നമ്മുടെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ സഹിക്കുകയായിരുന്നു എന്നതിനപ്പുറത്ത് ഞാൻ ആ സമയത്തെ വ്യാഖ്യാനിക്കുക, ദൈവം എന്നെ അധികം സ്നേഹിക്കുകയായിരുന്നു എന്ന് തന്നെയാണ്. കാരണം കയ്യിൽ ഈ ഒരു കൊന്ത പിടിച്ച് ഞാൻ കൊന്ത ചൊല്ലി തുടങ്ങി, മുടങ്ങാതെ സാധിക്കുന്ന അത്രയും കൊന്തകൾ ചൊല്ലി, കർണക്കൊന്ത ചൊല്ലി കിടന്നുകൊണ്ട് തന്നെ ഈശോയെ സാധിക്കുന്ന അത്രയും ഞാൻ സ്തുതിക്കുമായിരുന്നു. പിന്നെ വടികുത്തി നടക്കാൻ തുടങ്ങിയപ്പം ആരും കാണാതെ രാത്രിയിൽ ഞങ്ങളുടെ ചാപ്പലിനൊരു ബാൽക്കണി ഉണ്ട്, അവിടെ ചെന്ന് ഞാൻ ആ വടികുത്തി ഇങ്ങനെ ചാരി ഈ ദിവികാനത്തിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. ശരിക്കും ഈശോയുടെ സ്നേഹവും കരുതലുമൊക്കെ ഞാൻ കിടന്നുകൊണ്ടും നടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടുമൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിച്ച സമയം എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയ സമയമാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് നമ്മുടെ ആ ഒരു പഴയ ലൈഫിലേക്ക് പറഞ്ഞു. നമ്മുടെ ആഗ്രഹം അത് മാത്രമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം, എക്സസൈസ് ഇത്തിരി കൂടിപ്പോയിട്ട് കാലിൽ ഇട്ട കമ്പി ഞാൻ ഓടിച്ചു. ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥ പോലെയായി കാര്യങ്ങളെ. അപ്പം ഞാൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആശുപത്രി കിടക്കുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്, ബോൺ ക്യാൻസറാണ്, 4th സ്റ്റേജാണ്. അമ്മ ഏകദേശം ഇനി അധികം നാളില്ല എന്നുള്ളതൊക്കെ ഞാൻ പതിയെ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ സെമിനാരിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, എന്തായാലും നീ ഒന്ന് ചെന്ന് അമ്മയെ കാണ് എന്നും പറഞ്ഞ് സെമിനാരിൽ നിന്നൊരു അച്ഛനെയും കൂടെ വിട്ട് ഞാൻ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ അടുത്ത് അമ്മ ആ സമയത്ത് താമസിക്കുക. അപ്പോൾ ഞാൻ അമ്മയെ കാണാൻ വേണ്ടി ചെന്നു. ഒക്ടോബർ 9-ാം തീയതിയാണ്. അപ്പോൾ ആ കൂടെ വന്ന അച്ഛൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പരിശുദ്ധ ബലി അർപ്പിച്ചു. അമ്മയ്ക്ക് അവസാനമായിട്ട് പരിശുദ്ധ കുർബാന കൊടുത്തത് ഞാനാണ്. അന്ന് ഈ കൊറോണയൊക്കെ ആയിരുന്നുകൊണ്ട് പള്ളിയൊക്കെ അടച്ചിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ എൻ്റെ അമ്മ അവസാനം സ്വീകരിച്ച കുർബാന എൻ്റെ കയ്യിൽ നിന്നാണ്. അതൊരു ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ അച്ഛനായതിൽ എനിക്ക് സന്തോഷം തോന്നുന്നതിൻ്റെ ഒരു കാരണം എൻ്റെ അമ്മയ്ക്ക് അവസാനം കൊടുത്ത കുർബാന അതെൻ്റെ കൈകൊണ്ടാണ് എന്നുള്ള. അങ്ങനെ ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം അമ്മയുടെ കാര്യങ്ങൾ ഏകദേശം മോശമായി തുടങ്ങി. ഭയങ്കര അമ്മ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായി. ഏകദേശം 2020 നവംബർ 10-നാണ്. അന്നത്തെ ദിവസം ഞാൻ ഇന്നും കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് ഭയങ്കര അസ്വസ്ഥമായി. രാവിലെ എനിക്ക് ഇപ്പം ഞാൻ റൂമിലിരുന്നാണ് കുർബാന സ്വീകരിക്കുന്നത്. അപ്പോൾ ഡീക്കൻ കുർബാന എനിക്ക് കൊണ്ടുതന്നു, ഞാൻ കുർബാന സ്വീകരിച്ചു. പക്ഷേ എന്തോ മനസ്സിങ്ങനെ ഭയങ്കരമായിട്ട് അസ്വസ്ഥമായിട്ട് നിൽക്കണ പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്നെ നോക്കുന്ന ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എൻ്റെ ഈ സന്യാസ വസ്ത്രം, എൻ്റെ കുപ്പായം ഒന്ന് അലക്കിയിട്, എനിക്കെന്തോ അതൊന്ന് ഇടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, എന്തായാലും കുർബാനയ്ക്ക് ഇവിടെ നിന്നാണ് കൂടുന്നത്, എന്തിനാണ് പള്ളിയിൽ പോയാലും മുണ്ടൊക്കെ എടുത്തല്ലേ പോകണേ, എന്തിനാ കുപ്പായം കഴുകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ലടാ എനിക്ക് അങ്ങനെ തോന്നണം, നീ എന്തായാലും ഒന്ന് കഴുകിയിട് എന്ന് പറഞ്ഞ് ഞാൻ അവനെ കൊണ്ട് എൻ്റെ ഈ സന്യാസ വസ്ത്രം കഴുകിയൊക്കെ ഇടിപ്പിച്ചു. അന്ന് വൈകുന്നേരം ഞാനിങ്ങനെ 7 മണിക്ക് റൂമിലിരുന്ന് ഇങ്ങനെ കൊന്തയിലുന്ന സമയത്ത് എൻ്റെ റൂമിനോട് ചേർന്ന കതകിൻ്റെ പുറകിൽ എൻ്റെ ഈ കുപ്പായം തൂങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കൊന്തയൊല്ലി ഇങ്ങനെ അവസാന രഹസ്യമായപ്പം റൂമിൽ എനിക്കൊരു ശബ്ദം കേൾക്കാം, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കാം. ഞാനപ്പോൾ എൻ്റെ തോന്നലാണെന്ന് ഓർത്ത് ഞാൻ പിന്നെയും ഇങ്ങനെ കൊന്ത മുറുകെ പിടിച്ചു. ഞാൻ വീണ്ടും ആ ശബ്ദം ഇങ്ങനെ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുക, ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞ്. അപ്പോൾ
എനിക്ക് എന്തൊക്കെയോ ഈശോ എന്നോട് പറയാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പതിയെ എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നീ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, മറിച്ച് അമ്മയ്ക്കൊരു നല്ല മരണമുണ്ടാകുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ആ ഫോൺ കട്ട് ചെയ്തു. എൻ്റെ ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇനി എൻ്റെ ജീവിതത്തിൽ അമ്മയില്ല എന്നുള്ളത്. അമ്മയില്ല എന്ന സങ്കടത്തേക്കാൾ ഇനി നിനക്ക് പരിശുദ്ധ അമ്മയുണ്ട് എന്ന ധൈര്യം തന്ന സായാഹ്നമായിരുന്നു അത്. അന്ന് ഞാനൊരു ക്രിക്കറ്റ് ഭ്രാന്തനാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ അത്യാവശ്യം ക്രിക്കറ്റൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന, IPL എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അന്ന് IPL ഫൈനലാണ്. പക്ഷേ എനിക്ക് കാണാൻ തോന്നുന്നുണ്ടായില്ല. ഞാൻ നേരത്തെ കിടന്നു. രാവിലെ ഒരു 4 മണിയായപ്പോൾ എണ്ണീറ്റു. ഞാൻ എൻ്റെ ഈ കുപ്പായമൊക്കെ എടുത്തിട്ട് ഞാൻ പള്ളിയിൽ പോയി ആരാധന എടുത്തു വെച്ചു. 4 മണി തൊട്ട് 5-5:30 വരെ വേറെ ഒറ്റ നിയോഗമില്ല, അമ്മയ്ക്ക് വേണ്ടി തന്നെ ഞാൻ പ്രാർത്ഥിക്കുക. കാരണം കുർബാനയ്ക്ക് ഈശോയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ കുർബാന ഞാൻ അമ്മയ്ക്ക് വേണ്ടി അർപ്പിച്ച് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ കുർബാന കഴിഞ്ഞ് എൻ്റെ റൂമിലേക്ക് വന്നപ്പം ഒരു 6-6:45 എൻ്റെ അപ്പച്ചൻ എന്നെ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു. എടാ, അമ്മ സംസാരിക്കണില്ല എന്ന് പറഞ്ഞ് അപ്പം കരയണാണ്. അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും എൻ്റെ കൊന്ത ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. എനിക്കറിയാം ഇനി എന്തായാലും അമ്മയുടെ ഏകദേശം അവസാന സമയത്തോട് അടുക്കുകയാണെന്നുള്ളത് എനിക്ക് കൃത്യമായി തുടങ്ങി. ഒരു 7-7:15 അപ്പൻ്റെ ഒരു ഫോൺ കോളും കൂടെ വന്നു. അപ്പൻ ഒന്നും പറയണില്ല, കരയാണ്. അമ്മച്ചി പോയടാന്നും പറഞ്ഞ് അപ്പോൾ ഭയങ്കരമായിട്ട് കരയണാണ്. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, തലേ ദിവസം ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇനി എൻ്റെ ജീവിതത്തിൽ അമ്മയില്ല എന്ന്. കാൽവരിയിലെ മറ്റൊരു ഓർമ്മപ്പെടുത്തൽ പോലെ ആ സംഭവം എനിക്കറിയാം. ശിശുവിൻ്റെ കയ്യിലേക്ക് പരിശുദ്ധ അമ്മയെ കൊടുത്തിട്ട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞതുപോലെ ഈശോൻ്റെ കയ്യിലേക്ക് അമ്മയെ തന്നിട്ട് പറഞ്ഞു, ഇനി അമ്മയില്ല എന്നുള്ള സങ്കടമല്ല നിനക്കുണ്ടാവേണ്ടത്, പരിശുദ്ധ അമ്മ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യവും ധൈര്യവും തന്ന ഒരു ദിവസവും ആ നിമിഷവുമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മരണത്തിൻ്റെ സമയത്ത് കാർഡിൽ കുറിച്ചത് ഈ കണ്ണുനീര് നഷ്ടപ്പെടലിൻ്റേതല്ല, മറിച്ച് തിരിച്ചേൽപ്പിക്കാനായ സംതൃപ്തിയുടേതാണ് എന്നാണ് ഞാൻ കാർഡിൽ കുറിച്ച് വെച്ചത്. കാരണം അത് ഈശോയ്ക്ക് തിരിച്ചേൽപ്പിച്ചതാണ്. ഒത്തിരി സന്തോഷത്തോടെ തിരിച്ചേൽപ്പിച്ചതിൻ്റെ ചാരിതാർത്ഥ്യവും സന്തോഷവും അമ്മയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്, അമ്മയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞിട്ട് ഞാൻ 2022 ഡീക്കനായി. 2023 ഞാൻ പട്ടം സ്വീകരിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങൾ ആ സമയത്തും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കാരണം ആരോഗ്യപരമായ പ്രശ്നം, ഞാൻ മുട്ടുകുത്താനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പട്ടമൊക്കെ സ്വീകരിക്കുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് അഭിനന്ദ പിതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പട്ടം സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷേ എനിക്ക് നടക്കുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിന്നുകൊണ്ടൊക്കെയാണ് ഡീക്കൻ പട്ടം സ്വീകരിച്ചത്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചൊരു കാര്യം, ഈശോയെ പട്ടം സ്വീകരിക്കുമ്പോഴെങ്കിലും എനിക്ക് മുട്ടുകുത്തിയിട്ട് ഒന്ന് പട്ടം സ്വീകരിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടാക്കി തരണേ. ഈശോ അത് കൃത്യമായിട്ട് എനിക്ക് സാധിച്ചു തന്നു. എനിക്ക് തറയിൽ മുട്ടുകുത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു നീലറും ഒരു പില്ലോയും ഇട്ട് തന്ന് അഭിനന്ദ പിതാവിൻ്റെ മുന്നിൽ, അലക്സ് പിതാവായിരുന്നു പട്ടം തന്നത്, പിതാവിൻ്റെ മുന്നിൽ ഏറ്റവും വിനയത്തോടെ ഞാൻ ശിരസ്സ് നമിച്ചു. പിതാവ് കൈവച്ച് എന്നെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തി. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സഹനങ്ങൾ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ട് ഒരുപാട് സഹനങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളുണ്ട്. പക്ഷേ ആ പരാജയങ്ങളെല്ലാം ഈശോ അനുഗ്രഹമാക്കി മാറ്റി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നെഹെമ്യായുടെ പുസ്തകം 13:2 God has changed my failures into blessing. അതെ, ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളിലൂടെ, ഓരോ പരാജയങ്ങളിലൂടെ അവൻ്റെ അനുഗ്രഹത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ പട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് വയ്ക്കട്ടെ പ്രിയപ്പെട്ടവരെ. പട്ടത്തിന് ഏകദേശം 5 ദിവസം മുമ്പ് ഞാനൊരു OCD ആശ്രമത്തിൽ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ചെന്നു. അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിക്കുക, വേറെ ഒരു പരിപാടിയില്ല, പ്രാർത്ഥിച്ചൊരുങ്ങുക എന്നുള്ള മാത്രം ഉദ്ദേശത്തോടു കൂടെ കർത്താവിൻ്റെ തീരുമാനമായിരുന്നു. ഞാൻ നേരത്തെ ഒരുങ്ങണം, 5 ദിവസം വേറെ ഒരു പരിപാടിയും ഇല്ലാതെ ഒരുങ്ങാനായിട്ട് ഈശോ എനിക്ക് അവസരം തന്നു. എൻ്റെ പൗരോഹിത്യം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു തെളിവ് എനിക്ക് ആ ദിവസങ്ങളിൽ കിട്ടിയെന്നുള്ള. കാരണം ജനുവരി 15 ആയിരുന്നു പട്ടം. അതിന് ജസ്റ്റ് തലേ ദിവസം സെക്കൻഡ് സാറ്റർഡേ ആ ആശ്രമത്തിലെ സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു, സഹായിച്ചു എന്നുള്ളതാണ്. ഞാൻ അന്ന് വചനം പ്രസംഗിച്ചു, ആരാധന നയിച്ചു, അത് പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുത്തു. ശരിക്കും ഞാൻ എന്തിനാണ് അച്ഛനാവുന്നത് പറഞ്ഞില്ല, വചനം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കർത്താവിനെ നയിച്ചത് വചനത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ ഞാൻ അറിഞ്ഞത് ഈശോയിലൂടെയാണ്. ഈശോയുടെ മുന്നിൽ ഇങ്ങനെ ചെന്നിരുന്ന് കഴിയുമ്പോൾ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഈശോ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതായിട്ട് അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞില്ലേ, സഹനങ്ങൾ എൻ്റെ കൂടപ്പിറപ്പാണ്. ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കറിയാം ഏകദേശം ഒരു 20 ഓപ്പറേഷൻ ഈ ശരീരത്തിൽ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 20 ഓപ്പറേഷൻ ഞാൻ ഏകദേശം വിധേയനായ മനുഷ്യനാണ്. ഇപ്പോൾ അവസാനമായിട്ട് ഡിസംബർ തൊട്ടത് ഈ ദിവസം വരെ ഏകദേശം ചെറുതും വലുതുമായ 5 ഓപ്പറേഷൻ ഞാൻ അവസാനമായിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. ഓപ്പറേഷന് അവസാനം ഈ അനസ്തേഷ്യ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത്
പില്ലോ ചോദിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ ഇങ്ങനെ അനസ്തേഷ്യ എടുക്കാനായിട്ട് പില്ലോ ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഞാൻ കിടക്കും. ശരിക്കും പില്ലോ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ എൻ്റെ ഒരു വിശ്വാസം തോന്നലും ഞാൻ ഈശോയെ തന്നെയാണ് കെട്ടിപ്പിടിച്ച് കിടക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങ് അള്ളിപ്പിടിച്ചങ്ങ് കൊടുക്കും. കാരണം ഈ സഹനങ്ങൾ ഈശോയെ ഇതാരുടെയെങ്കിലുമൊക്കെ അനുഗ്രഹമാക്കി നീ മാറ്റണേന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, തോറ്റുപോയ ഒരാളുടെ സാക്ഷ്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത്. ഇത് അവസാനിപ്പിക്കുക. തോറ്റുപോയി, ജീവിതത്തിൽ ഒന്നല്ല ഒരുപാട് തവണ തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ ആ തോൽവികളൊക്കെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമാണ് എൻ്റെ കൂടെയുള്ളതെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. ആ ഒരു അനുഭവം തീർച്ചയായിട്ടും അതൊരു അഗാപ്പി അനുഭവം തന്നെയായിട്ട് എന്നും ഉണ്ടാകണമേ എന്ന് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അഗാപ്പി അനുഭവം ഒത്തിരി എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.